പുതിയ റോണിനുമായിട്ടൊക്കെയാണല്ലോ കറക്കം. പുതിയ റോണുണ്ടോ? ഇതാരുടെ വണ്ടിയെ എനിക്കറിയത്തില്ല. ശരി, വലിയ ചാരി നിൽക്കുന്നുണ്ടോ അത് നിന്റെ വണ്ടി ആയിരിക്കും. പുതിയ റോണും പറയാനായിട്ട് കളർ മാത്രമല്ലേ മാറി? കളർ മാത്രമൊന്നും അല്ല മാറിയിരിക്കുന്നത്, വേറെ പലതും മാറിയിട്ടുണ്ട്. കാണിച്ചു തരാം. മെയിനായിട്ട് ബാക്കിലുണ്ടായിരുന്നത് നേരത്തെ ഒരു ഉരുണ്ട് വൃത്തികേടായിട്ടിരിക്കുന്ന ഒരു റിയർ ഫെൻഡർ ആയിരുന്നു. അത് മാറ്റി കുറച്ചും കൂടെ ഷാർപ്പ് ആക്കിയിട്ടുണ്ട്, കുറച്ചും കൂടെ സ്ലീക്ക് ആക്കിയിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ ഇവിടെ ആയിരുന്നു, ഇതിപ്പോൾ പറിച്ചത് ഇവിടെ വെച്ചിട്ടുണ്ട്. ബാക്കി ഇരിക്കുന്നതിന്റെ ഉച്ചയ്ക്ക് വരെ ചള്ളയടിക്കുമായിരുന്നു. അത് തടയാനും വേണ്ടി ഇവിടെ ഒരു ഇൻബിൽറ്റ് ടയർ ഹഗർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആൾക്കാർക്ക് ആഫ്റ്റർ മാർക്കറ്റ് വാങ്ങിച്ച് വെച്ച് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. നോർമൽ ടൈപ്പ് ഹാഫ് ടൈപ്പ് ചെയിൻ കവർ ആക്കിയിട്ട് അപ്പോൾ ഇനി മര്യാദയ്ക്ക് നമുക്ക് ക്ലീൻ ചെയ്യുകയും ലൂബ് ചെയ്യുകയൊക്കെ ചെയ്യാം. നല്ല കാര്യം. ഇന്നത്തെ സീറ്റിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം അതിനകത്ത് ഇരുന്നിട്ട് ബാക്കിയെല്ലാം നമ്മുടെ കുണ്ടിക്ക് പറ്റുമായിരുന്നു. യെസ്, ഇപ്പം അത്രയില്ല. മാത്രമല്ല കുറച്ചും കൂടെ വൈഡറാണ്, ലോങ്ങറാണ്, മോർ കുഷനുള്ള സീറ്റാണ് വന്നേക്കുന്നത്. പുതിയ മിഡിൽ വേരിയന്റിലുള്ള ഒരു കളറാണ്. ഒരു കളറും കൂടെ വരുന്നുണ്ട്, ചാർക്കോൾ എംബർ എന്ന് പറഞ്ഞിട്ട്. മാത്രമല്ല ഈ മിഡിൽ വേരിയന്റിന് ഇപ്പോൾ ഉണ്ടല്ലോ ഡുവൽ ചാനൽ ABS-ലൂടെ വരുന്നത്. യെസ്, ഡുവൽ ചാനൽ കൊടുത്തു. ഓയേ. ഇനി പ്രൈസ് എത്രയായി കാണുമെന്ന് ഗസ് ചെയ്യാവോ? പ്രൈസ് ഒരു ഇത്രയും ഡ്യുവൽ ചാനൽ ABS ഒക്കെ വന്നപ്പോൾ 2.5. 2.5? ആ, 2.5? 2.5. 2,02,000 രൂപയ്ക്ക് ഈ മിഡിൽ വേരിയന്റിന്റെ ടോപ്പ് കളർ ഓപ്ഷൻ നിനക്ക് കിട്ടും. യെസ്, ഡുവൽ ചാനൽ ABS. ഓക്കെ, നൈസ്. എടുക്കണോ? എടുത്തു, എല്ലാം അങ്ങ് എടുത്തു. കാണുന്ന വണ്ടി മൊത്തം അങ്ങ് വേണം.